ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചെടിച്ചട്ടിയാണ്, ഒരു തടിയുടെ മോഡലിലുള്ള. അപ്പം ഈ ഒരു ചെടിച്ചട്ടി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. മോൾഡൊന്നും വേണ്ട, നെറ്റ് മാത്രമാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് സിമൻറ്റ് മണ്ണും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് നെറ്റ് ഞാൻ ആ റൗണ്ടിൽ ചുറ്റി ചെറിയൊരു ചരിവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മണലും സിമൻറ്റുമാണ്. അപ്പം സിമൻ്റ് ഒന്നും മണലൊന്നും എന്ന അളവിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ നെറ്റിൻ്റെ ചുറ്റാതെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കരണ്ടി ഉപയോഗിച്ചോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം കരണ്ടി കൊണ്ട് ഒട്ടിക്കാൻ പാടാണെങ്കിൽ കൈ കൊണ്ട് ഒട്ടിച്ചാൽ മതി. ഞാനിപ്പം വീഡിയോയിൽ ഇപ്പോൾ കരണ്ടി കൊണ്ട് ഒട്ടിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം കൈ കൊണ്ട് ഒട്ടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പം സിമൻറ്റ് മിക്സ് ചെയ്യപ്പോൾ ഒരുപാട് ലൂസാവാതെ ഒരു മീഡിയം കട്ടിക്ക് സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്യണമെന്നാണ് നല്ലത്. വെള്ളം കുറച്ച് ചേർത്താൽ മതി. അപ്പം കൈ കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ മുകൾ സൈഡും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതും കൈ കൊണ്ട് മുകൾ സൈഡും കൂടെ കുറേശ്ശെ സിമൻ്റ് എടുത്ത് മുകൾ ഭാഗത്തുനിന്ന് ആ ചരിവനുസരിച്ച് അതും കൂടെ മൊത്തം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം അകത്തും കൂടെ നമുക്ക് കരണ്ടി വെച്ച് വെളി സൈഡ് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ കൈ കൊണ്ട് മൊത്തം ഒട്ടിച്ച് നമ്മൾ ആ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചാൽ മതി. കരണ്ടി കൊണ്ട് ഒരുപാട് തേക്കുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് സൈഡും കൂടെ എവിടെയെങ്കിലും ഒട്ടാനുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് സിമൻറ്റ് ഒട്ടിച്ച് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് കറക്കിയെടുക്കാം അകത്ത് സൈഡൊക്കെ. അപ്പം രണ്ട് കൈയിലും ഗ്ലൗസ് ഉണ്ടാകുന്ന ഏറ്റവും എളുപ്പമാവും. അടി സൈഡും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ മരത്തിൻ്റെ വേരും പിന്നെ മരത്തിൻ്റെ തടിയുടെ മുട്ടുഭാഗവും അതൊക്കെയാണ് ഇനി നമുക്ക് ചേർക്കാനുള്ളത്. അപ്പോൾ അതും കൂടെ സിമൻറ്റ് കട്ടിക്ക് തന്നെ അടി സൈഡിൽ മരത്തിൻ്റെ വേരിൻ്റെ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ അവിടെയെല്ലാം സിമൻറ്റ് കട്ടിക്ക് കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് ബ്രഷ് കൊണ്ട് തന്നെ നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ തടുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. മൊത്തം തടിയുടെ വേരും മുട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് ആദ്യം വേണ്ടത് ഇതൊരു 2 ലെയറായിട്ടാണ് തടിയുടെ ഒരു ചെടി ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്, തടിയുടെ ഒരു മോഡൽ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയറിൽ അകത്ത് സൈഡ് തടിയുടെ ആ ഒരു ലുക്കിൽ നമുക്ക് ആ കത്തി ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് സൈഡെല്ലാം തടി ഒരു വെടിച്ച് കീറിയിരിക്കുന്ന ആ ഒരു മോഡലിൽ മൊത്തം വരച്ചൊക്കെ എടുക്കാം. അപ്പം മൊത്തം വലിയ വരയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു ചെറിയ വരകളൊക്കെ ഇടാൻ വേണ്ടി നമ്മുടെ കെട്ടുകമ്പി ചെറുതായിട്ട് എടുത്തിട്ട് അതുകൊണ്ട് മൊത്തം വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ തടിയുടെ പുറത്തുള്ള ആ ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടും.
തടിയുടെ അകസൈഡിലുള്ള വരയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ട തടിയുടെ പുറത്തുള്ള പട്ടയാണ്. അത് മൊത്തം നമുക്ക് ആ വേരും മുട്ടും ഭാഗം ഒഴിക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും സിമൻറ്റ് ചെറിയൊരു കനത്തിന് തേച്ച് പിടിപ്പിച്ച് കരണ്ടിയോ കത്തിയോ കൊണ്ട് തടിയുടെ തൊലിയുടെ ഒരു രൂപത്തിൽ മൊത്തം വരച്ചെടുക്കാം. തടിയുടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് സിമൻറ്റ് അതിൻ്റെ അടിഭാഗം നമ്മൾ അടച്ചിട്ടില്ല. അതിനുവേണ്ടി ആദ്യം ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു അടപ്പ് അകത്ത് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുപ്പിയുടെ പൊക്കത്തിനനുസരിച്ച് എത്ര കനം വേണോ നമുക്ക് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അത് ശകലം ലൂസായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു 3-4 ദിവസം നല്ലവണ്ണം നനച്ചു കൊടുക്കുക. നനച്ച് നല്ലവണ്ണം വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തതിന് ശേഷം നമ്മൾ കളർ കൊടുക്കുക. അപ്പം നമ്മുടെ ചെടിച്ചട്ടി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിസൈഡിലുള്ള നമ്മൾ ഹോളിന് വേണ്ടി വെച്ചേക്കുന്ന ആ പ്ലാസ്റ്റിക് അടപ്പൊക്കെ എടുത്തങ്ങ് മാറ്റിക്കളയാം. അപ്പം കളറിന് വേണ്ടിയുള്ള എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതെല്ലാം ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.